എല്ലാവർക്കും നമസ്കാരം. ഉന്നത വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ആശങ്ക സൃഷ്ടിക്കുന്ന ചില കാര്യങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 2 പരീക്ഷകൾ. ആദ്യം നീറ്റ് പരീക്ഷ. അപ്പം അതിൻ്റെ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട ചോർച്ചയുമായി ബന്ധപ്പെടുകയും അതിന് ശേഷം 18-ാം തീയതി നടന്ന നെറ്റ് പരീക്ഷ അപ്പാടെ റദ്ദാക്കുന്ന ഒരു സാഹചര്യം. ഇപ്പം ഈ തരത്തിൽ ദേശവ്യാപകമായി നടത്തുന്ന പരീക്ഷകളിൽ ഉള്ള പലതരത്തിലുള്ള ക്രമക്കേട് പരീക്ഷ എഴുതുന്നവർക്കും നടത്തുന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഇത് പല രീതികൾ മാറി മാറി പരീക്ഷിച്ചിട്ടും അതിനെല്ലാം മറികടന്നുകൊണ്ട് പല രീതിയിൽ വ്യാജന്മാർ കടന്നുകൂടുന്ന ഒരവസ്ഥ ഈ ഒരു കോമ്പറ്റേറ്റീവ് പരീക്ഷകളിൽ മാത്രമല്ല, ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള പരീക്ഷകളിൽ മാത്രമല്ല എന്ന് കൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. വിവിധ ജോലികൾക്കുള്ള പരീക്ഷയിലും പല സംസ്ഥാനങ്ങളിൽ കോച്ചിങ് സെന്ററുകൾ മുഖേന ഈ തരത്തിൽ ആളുകൾ ഉന്നത റാങ്ക് നേടുകയും ജോലി നേടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. പല തരത്തിലും പല ജോലികളിലും റാങ്ക് ലിസ്റ്റിൽ മുന്നിൽ കയറിപ്പറ്റുന്ന ആളുകളെ പരിശോധിക്കേണ്ടതും കൂടി ഇന്നത്തെ കാലത്ത് ഒരു അത്യാവശ്യമായി മാറിയിരിക്കുകയാണ്. അപ്പം അതിനോടൊപ്പം തന്നെ പ്രധാനമായി അത് വേറൊരു വിഷയമാണ്. അത് വളരെ ഗൗരവമായി പഠിക്കുകയും പരിശോധിക്കുകയും തെളിവ് കണ്ടെത്തുകയും ഒക്കെ ചെയ്യേണ്ട ഒരു വിഷയമാണ്. ആ തരത്തിൽ ആളുകൾ കയറിപ്പറ്റുന്നുണ്ടോ എന്നുള്ളത്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായി വരുന്ന ഒരു കാര്യം, ഒരു ഗവൺമെൻറ് ജോലി അല്ലെങ്കിൽ ഒരു MBBS പോലെയുള്ള ഒരു കോഴ്സിന് അഡ്മിഷൻ കിട്ടുന്നത്, ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു സോഷ്യൽ സ്റ്റാറ്റസ്. ആ സോഷ്യൽ സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ട് വിവാഹ കമ്പോളത്തിൽ ലഭിക്കുന്ന വലിയ ഒരു ഡൗറി, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൂടി ഇതിൻ്റെ അങ്ങനെ ഒരു സാമൂഹ്യ പശ്ചാത്തലം കൂടി ഈ പരീക്ഷയ്ക്കുണ്ടല്ലോ. അത് കേവലം ഒരു ചോദ്യപേപ്പർ ചോർത്തി കുറച്ച് ആളുകൾക്ക് നൽകുന്നു എന്നുള്ളത് മാത്രമല്ല. അപ്പം അതൊക്കെ വളരെ കൂലങ്കഷമായി പരിശോധിക്കേണ്ട വസ്തുതകളാണ്. അതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇപ്പോൾ നെറ്റ് പരീക്ഷ നടത്തുന്നത് ഗവേഷണ അഭിരുചി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് വിവിധ വിഷയങ്ങളിൽ. അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ, വിവിധ വിഷയങ്ങളിലുള്ള ചോദ്യങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യങ്ങളുടെ ഒരു നിലവാരം അതും വളരെ കൃത്യമായി അനലൈസ് ചെയ്യേണ്ടതാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയിൽ നടന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, സാന്ദർഭികമായി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടതാണ്. അപ്പോൾ അതിൽ പേപ്പർ 2 100 മാർക്കിൻ്റെ ഉത്തരം എഴുതേണ്ട രണ്ടാം പേപ്പർ, അതിൽ 15 ചോദ്യങ്ങളും ക്രോണോളജിക്കൽ ഓർഡറിൽ, അതായത് കുറച്ച് ഓതേഴ്സിൻ്റെ പേര് എന്നിട്ട് അവരുടെ ബർത്ത് ഇയർ, അവർ ഏത് വർഷം ജനിച്ചു, അല്ലെങ്കിൽ ഒരു സ്ഥാപനം ഏത് വർഷം സ്ഥാപിച്ചു, ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ ഒരു ഇംഗ്ലീഷ് ഭാഷ ഗവേഷകൻ അല്ലെ ഗവേഷകക്ക് അവരുടെ ഒരു ഗവേഷണ നൈപുണ്യം എത്രമാത്രം ഉണ്ട് എന്ന് തെളിയിക്കാൻ അല്ലെ മാറ്റുരച്ച് നോക്കാൻ കഴിയുന്ന തരം ചോദ്യങ്ങളാണോ ഇത്തരം ചോദ്യങ്ങൾ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ബന്ധപ്പെട്ട അധികാരികൾ തീർച്ചയായും ഈ തരത്തിലുള്ള ആ ചോദ്യങ്ങളുടെ ഒരു നിലവാരം, ഇപ്പം ഗവേഷണമാണെങ്കിൽ ആ ഗവേഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള, ഇപ്പോൾ JRF കിട്ടാൻ വേണ്ടി, ഇപ്പോൾ നെറ്റ് മാത്രമാണെങ്കിൽ മിനിമം അവർക്ക് ആ ഒരു അധ്യാപനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള
ആ തരത്തിലുള്ള വെറുതെ എളുപ്പത്തിൽ ചോദ്യങ്ങൾ ഉണ്ടാക്കാം എന്ന് ഉള്ള തരത്തിലുള്ള ഈ ക്രോണോളജിക്കൽ ഓർഡറിൽ ഓദറിന്റെ ജനന വർഷം പോലെയുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അവരുടെ പബ്ലിക്കേഷന്റെ വർഷത്തിന്റെ അടിസ്ഥാനത്തിൽ അത് ക്രമപ്പെടുത്തുക, അതിലേതാണ് ശരി. അപ്പൊ അത് ആ തരത്തിലുള്ള ചോദ്യങ്ങൾ, മറ്റു വിഷയങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ആ മറ്റു വിഷയങ്ങളിലും സമാനമായ രീതിയിൽ ചോദ്യം ഉണ്ടാക്കാൻ വേണ്ടി ചോദ്യം ഉണ്ടാക്കുന്ന ഒരവസ്ഥ, അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അപ്പൊ എന്തായാലും വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു സ്റ്റേജിലാണ് നമ്മുടെ രാജ്യത്തെ ഈ പൊതു പരീക്ഷകൾ. അത് ഉന്നത വിദ്യാഭ്യാസത്തിനാണെങ്കിലും ജോലിക്കാണെങ്കിലും. അപ്പം അതിൽ തന്നെ പണ്ട് കാലത്ത് ഈ UGC ഈ നെറ്റ് പരീക്ഷ നടത്തിയിരുന്ന കാലത്ത് അതിനൊരു ഡിസ്ക്രിപ്റ്റീവ് പാർട്ടും കൂടി ഉണ്ടായിരുന്നു. ഒരു റിസർച്ച് നടത്തി ഒരു ഗവേഷണ പ്രബന്ധം തയ്യാറാക്കേണ്ട ആളിന് വേണ്ട ഒരു മിനിമം യോഗ്യതയാണ് എഴുതാനുള്ള കഴിവ്, വിവരണാത്മകമായി, അതേസമയം വളരെ വസ്തുതാപരമായി ചുരുങ്ങിയ വാക്കുകളിൽ അളന്നു തൂക്കി എഴുതാനുള്ള ഒരു കഴിവ്. ഇപ്പൊ കാലാന്തരത്തിൽ ആ ഒരു ഡിസ്ക്രിപ്റ്റീവ് പാർട്ട് പല കാരണവശാൽ നഷ്ടപ്പെട്ടു പോയി. അതില് പല തരത്തിലുള്ള വേരിയേഷൻ ഉണ്ടാവുന്നു, പ്രെജുഡീസ് ഉണ്ടാവുന്നു എന്നൊക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. എന്നാൽ പോലും ആ ഒരു പാർട്ടും കൂടി റീഇൻസ്റ്റേറ്റ് ചെയ്യേണ്ട ഒരാവശ്യകതയെ പറ്റി ചിന്തിക്കുന്നത് നന്നായിരിക്കും. കാരണം മൾട്ടിപ്പിൾ ചോയ്സിന്റെ ഏറ്റവും വലിയ ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത് അതിലൊരു ലക്കിന്റെ ഫാക്ടർ എപ്പോഴും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഒന്നും അറിയാത്ത ഒരാൾക്കും അവര് ടിക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ബബിള് മാർക്ക് ചെയ്യുന്നത് കറക്റ്റ് ആണെങ്കിൽ സ്കോർ ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട്. ഈ തരത്തിലുള്ള ചോർത്തിക്കൊടുക്കലിനപ്പുറം ഉള്ള ഒരു വീക്ക്നെസ് ആണ്. അപ്പം എന്തായാലും വളരെ അധികം ചർച്ചയും ഗവേഷണവും ആവശ്യമുള്ള ഒരു മേഖലയായി മാറിയിരിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ടുള്ള ഈ പൊതു പരീക്ഷകളും ആ പരീക്ഷാ നടത്തിപ്പിൻ്റെ സംവിധാനങ്ങളും. അതിനോടൊപ്പം തന്നെ പലതരത്തിലുള്ള ഉദ്യോഗങ്ങൾക്കായിട്ട് ദേശീയ തലത്തിൽ നടത്തപ്പെടുന്ന പരീക്ഷകളും അതിൽ യോഗ്യത നേടി വരുന്ന ആളുകളും ഒക്കെ. എന്തായാലും ഈ ഒരു ചിന്തയിലും ചർച്ചയിലും എല്ലാവരും സജീവമായി സക്രിയമായി ഇടപെട്ട് ഭാവിയിൽ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കാനായി നമുക്ക് യോജിച്ച് ശ്രമിക്കാം. നമസ്കാരം.